ഹായ്. ഇന്നത്തെ ദിവസം ആക്ച്വലി ഞങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. അമ്മയുടെ അച്ഛൻ്റെയും 50th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ചേർന്നിട്ട് ഒരു സർപ്രൈസാണ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ചെറിയമ്മയും കൂടെ ഇതുവരെ അവരൊന്നും അറിഞ്ഞിട്ടില്ല. വെറും സർപ്രൈസ് അല്ല, വലിയ സർപ്രൈസ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം എന്തൊന്നും പറയാനായിട്ട് അമ്മയുടെ നല്ല ആഗ്രഹമാണ് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡേ ആക്കണമെന്ന്. പക്ഷേ അറിഞ്ഞിട്ടില്ല വിളിക്കാൻ. അതെ, അപ്പോൾ എന്തുതന്നെയായിരുന്നാലും ഞങ്ങളും എക്സൈറ്റഡ് ആണ്. കാരണം അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അവരുടെ സന്തോഷം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല, അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, ഇത്രയെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടിയ സപ്പോർട്ട് അത്രയ്ക്ക് വലുതാണ്. അതെ, അറിയില്ല അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന്. സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം നോക്കാം എങ്ങനെയായിരിക്കും അവരുടെ സർപ്രൈസ് എന്ന് നോക്കാം. ശ്രീലകം വാഴുന്ന ദേവി, പ്രാണമന്ത്രമുണർത്തുന്ന ദേവി, തപസിരിക്കും സ്നേഹമനസ്സുകൾക്കാശ്വാസമേകി, ഒഴുകുന്ന ദീപങ്ങൾ, തൊഴുകൈ നാളങ്ങൾ, അതു കണ്ടു കൈനീട്ടി തിരുവരമേകാനായ അനുരാഗരാവിലലങ്കരിച്ചൊരു പൂന്തോണിയെത്തി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. ആവണിത്താലങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മാംഗല്യമായി. പന്തലിട്ട് പൊന്മേഘം കണ്ണെഴുതി കാർമേഘം, പൊട്ടു തൊട്ട് പൂത്താരം നിന്നു കെട്ടി മിന്നാരം, അന്നായിരത്തിനി മാല ചാത്തിയ കല്യാണമായി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാന അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. എന്ത് പറയണമെന്നിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേദി ഇവര് സൃഷ്ടിച്ചു. ഇന്നലെ മുതലേ ഞങ്ങളെ കൊണ്ടു നടക്കുകയായിരുന്നു ഇവര് രണ്ടുപേരും. ഇന്ന് രാവിലെയും അമ്പലത്തിൽ പോകാനും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ നിർത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും വളരെ സ്നേഹം തന്നിട്ടുള്ള എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ ഈ 50ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു മക്കൾ രണ്ടുപേരും. അതും വളരെ സസ്പെൻസില്ല. വിവാഹം പുനർസൃഷ്ടിക്കപ്പെട്ടതുപോലെ ഈ ഒരു വേദി ഉണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ആ സന്തോഷത്തിന്റെ പ്രതിഫലനമാണ്
കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. അപ്പൊ എന്തായാലും 50 വർഷത്തിലും 17ന്റെ യുവത്വത്തോടു കൂടി പ്രണയിക്കുന്ന സുന്ദരനും സുന്ദരിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ദിനാശംസകൾ. ഹാപ്പി 50th ആനിവേഴ്സറി അമ്മൂമ്മ അപ്പൂപ്പ. എനിക്കിപ്പോൾ എക്സാമാണ്, അതുകൊണ്ട് ഞാൻ വരാത്തത്. അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി, ലവ് യു. ഹലോ അപ്പൂപ്പ അമ്മൂമ്മ, ഹാപ്പി 50th വെഡിങ് ആനിവേഴ്സറി. ഞാൻ അവിടെ ഇല്ലാതെ നിങ്ങളെല്ലാം അടിച്ചു കളിക്കുന്നുണ്ടല്ലേ. എൻ്റെ സ്കൂളിപ്പം എന്നെ എന്താ പറയുക വിടാൻ സമ്മതിക്കില്ല, കാരണം എക്സാംസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്തോ. ബൈ. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അങ്കിളിനും ആന്റിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നായി വരമായി പൊന്നോളങ്ങളിൽ 1000 ദീപങ്ങൾ. ഓ